ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കർക്കിടകം സ്പെഷ്യൽ ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഉലുവ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഉലുവ കുറുക്കിൻ്റെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഈ കുറുക്ക് തയ്യാറാക്കാനായിട്ടുള്ള ഉലുവ അത് ഈ കാണുന്ന ടീസ്പൂണിൽ 1.5 ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ശേഷം ഒരു 4 മണിക്കൂറോളം നമ്മളിത് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായി നമുക്ക് വേണ്ടത് പച്ചരിയാണ്. അതും ഒരു 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന ടേബിൾ സ്പൂണിൽ 5 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ പച്ചരിയും എടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ അളന്നെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പച്ചരി കുതിർത്തെടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ 2 ഐറ്റംസും നമുക്കൊന്ന് അരച്ചെടുത്ത് വയ്ക്കാം. തീരെ അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല, ചെറിയ തരികളോടുകൂടി വേണം അരച്ചെടുക്കാൻ. ജാറിലേക്ക് ഇങ്ങനെ കുതിർത്തെടുത്ത പച്ചരിയും ഉലുവയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളവും കൂടി ചേർത്ത് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ തീരെ അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല, ഒരല്പം ചെറിയ തരികളോടുകൂടി വേണം അരച്ചെടുക്കാൻ. അങ്ങനെ ഇവിടെ നമ്മുടെ ഈ ഒരു അരിയും അതുപോലെ ഉലുവയുമെല്ലാം അത്യാവശ്യം ചെറിയ തരികളോടുകൂടി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ അല്ലെങ്കിൽ തയ്യാറാക്കാൻ പാകത്തിനൊരു ഉരുളിയിലേക്ക് മാറ്റാം. ശേഷം ഇതോടൊപ്പം തന്നെ 600 ml വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ ഈ അരിയും ഉലുവയും എല്ലാം അരച്ചെടുത്ത ജാറുണ്ടല്ലോ, അത് തന്നെ നന്നായിട്ട് കഴുകി ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കരിപ്പട്ടിയാണ്. ഇവിടെ നമ്മൾ 250 ഗ്രാം കരിപ്പട്ടി ചെറുതായിട്ട് ചീകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ഒരു ചെറിയ തേങ്ങയുടെ 1/3 ഭാഗം ചിരകിയതും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന കുറുക്കിന് ഉലുവയുടെ ടേസ്റ്റിനേക്കാൾ കരിപ്പട്ടിയുടെ ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കൂടുതലായിട്ട് നിൽക്കുക. കാരണം ചിലർക്കെങ്കിലും ഉലുവയുടെ ടേസ്റ്റ് വലുതായിട്ട് ഇഷ്ടമായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഉലുവ ഒരല്പം കുറച്ച് വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. ഒരുപക്ഷെ കൂടുതലായിട്ട് ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കതിനനുസരിച്ച് ഉലുവ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. കാരണം ഉലുവ ഏറ്റവും നല്ല, ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാം നല്ലതുപോലെ കലക്കി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി നമ്മൾ ഈ കുറുക്ക് തയ്യാറാക്കി എടുക്കുകയാണ്. ഉലുവയെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട് കറികളിൽ രുചി കൂടാനായിട്ട് ചെറിയ തോതിൽ ചേർത്ത് കൊടുക്കുന്ന ഒന്ന്. എന്നാൽ അങ്ങനെയല്ല, അതിനേക്കാൾ ഉപരി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ് ഉലുവ. പ്രധാനമായും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവയെ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരവേദന, നടുവേദന, ക്ഷീണം എന്നിവയെ ഇല്ലായ്മ ചെയ്യാനുമെല്ലാം ഉലുവ നല്ലതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ എല്ലാവരും മനസ്സിൽ വയ്ക്കുക, ഇത് കർക്കിടക മാസമാണ്, അതിജീവിക്കാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഉലുവ കൂടുതലായിട്ട് ചേരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഇപ്പോൾ പറഞ്ഞു നമ്മുടെ ആ ഒരു കുറുക്ക് കറക്റ്റ് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി കുറുകി വരത്തക്ക രീതിയിൽ വേണം നമ്മുടെ കുറുക്ക് തയ്യാറാക്കിയെടുക്കാൻ. അങ്ങനെ ഇന്നത്തെ കർക്കിടകം സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.